ഹായ് ഹലോ, കുൽഫി എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ പിന്നെ ഒരു കുൽഫി കേക്ക് ആയാലോ? ഇന്ന് എനിക്കൊരു കുൽഫി കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങൾക്കും ആ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. 1/2 കിലോ കുൽഫി കേക്കിന് വേണ്ടിയിട്ടുള്ള കേക്ക് ബേസാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ആദ്യം തന്നെ 1/2 കപ്പിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. ബാലൻസ് ഞാനൊരു സ്പൂണ് കൊണ്ട് മൈദ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മൈദ ഇട്ട് കൊടുക്കുമ്പോൾ സ്പൂണ് കൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കുത്തി നിറച്ചെടുക്കരുത്. എപ്പോഴും കേക്കിൻ്റെ അളവ് എടുക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. 1/2 കിലോ കേക്കിലേക്ക് 1/2 കപ്പ് ഫ്ലവർ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഞാനൊരു നൈഫ് വെച്ച് അതൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. വേറൊരു ബൗളെടുത്ത് ഞാൻ ആ ബൗളിലോട്ട് നമ്മുടെ ഈ ഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എപ്പോഴും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഈക്വൽ എമൗണ്ടിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എല്ലാം എത്തേണ്ടതുണ്ട്. എന്നാലേ നമ്മളെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ 3 വട്ടം അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് വയ്ക്കാനുള്ള ടിന്ന് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. എല്ലാ വശത്തും നന്നായിട്ട് ഓയിലൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്യുകയോ പുരട്ടി കൊടുക്കുകയോ ചെയ്യുക. എന്നിട്ട് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് കേക്ക് ടിൻ തയ്യാറാക്കി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക്. റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ കേക്കിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 നുള്ളു ഉപ്പാണ്. പിന്നെ 2 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ചേർക്കുന്നുണ്ട്. മുട്ടയുടെ ആ ഒരു സ്മെല്ലെല്ലാം മാറിക്കിട്ടാൻ ഇത് സഹായിക്കും. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കുക, മുട്ട ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ബീറ്ററിലോ അല്ലെങ്കിൽ ആ ഒരു ബൗളിലോ ഒന്നും ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ഈ മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഇനി ഈ പഞ്ചസാര 2-3 തവണയായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് മുട്ടയിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണയാണ് ആവശ്യമായിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് സ്പീഡ് ഇടണ്ട, ഒരു ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ സ്പോഞ്ച് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാവുന്നതാണ്. ഒരു സ്പാച്ചില യൂസ് ചെയ്ത് ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമുക്കിത് മിക്സ് ചെയ്ത് ചേർക്കേണ്ടത്. ഒരുപാട് കുത്തി ഇളക്കരുത്. നമ്മുടെ മുട്ട പതപ്പിച്ച് വെച്ചിരിക്കുന്നത് താന്നു പോവാതെ പതിയെ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. ഇടയ്ക്ക് ആവശ്യമെങ്കിൽ കുറേശ്ശെ പാല് ചേർക്കാവുന്നതാണ്. ആ കൺസിസ്റ്റൻസി നോക്കണം, അതനുസരിച്ച് വേണം നമ്മൾ പാല് ചേർക്കേണ്ടത്. ഒരു 2-3 തവണയായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇടയ്ക്കായിട്ട് ഓരോ സ്പൂണ് പാലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു റിബൺ ലൈക്ക് കൺസിസ്റ്റൻസി ആയെന്ന് കണ്ടില്ലേ? അതാണ് നമ്മുടെ പരുവം. അത് മതി. ഇനി നമുക്ക് ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 25 മുതൽ 30 മിനിറ്റ് വരെ 180 ഡിഗ്രി സെൽഷ്യസിൽ 2 ഫോയിലും ഓണാക്കിക്കൊണ്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ക്രീം 1/2 കപ്പ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ക്യാമറയുടെ റോയൽ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അത് നമുക്ക് കുറച്ച് പഞ്ചസാരയും വാനില എസൻസും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ക്രീം ബീറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഐസായിട്ടിരിക്കുന്ന ക്രീം ഡയറക്റ്റ് ഫ്രീസറിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യരുത്. അത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം, ഇൻ കേസ് നിങ്ങൾക്ക് ഇന്നിപ്പോൾ കേക്ക് ചെയ്യാനുണ്ട്, തലേദിവസം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് ഐസ് മാറിയ ക്രീം വേണം നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഇൻ കേസ് നമ്മൾ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ക്രീമിൽ തണുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പാക്കി എടുക്കുക. എന്നിട്ട് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് മധുരം ചേർക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് മധുരവും എസൻസും ചേർത്താൽ മതിയാവും. ഇനി മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് പാലെടുക്കാം. നമുക്ക് കുൽഫി മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണിത്. ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ മധുരത്തിൻ്റെ കണക്കനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കസ്റ്റർഡ് പൗഡറാണ്. കസ്റ്റർഡ് പൗഡർ നമ്മൾ നേരിട്ട് ഇതിലിട്ടാൽ കട്ട പിടിക്കും. നമ്മൾ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്നിട്ടാണ് ഇതിലോട്ട് ചേർക്കേണ്ടത്. അതിനായിട്ട് ഒരു ചെറിയ ബൗളിൽ ഞാൻ ഫ്രൂട്ടോമാൻസിൻ്റെ കസ്റ്റർഡ് പൗഡറാണ് എടുക്കുന്നത്, വാനില.
അതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂണൊക്കെ കസ്റ്റർഡ് പൗഡർ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കസ്റ്റർഡ് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിലും പ്രോബ്ലം ഇല്ല. നമുക്ക് മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഉണ്ടെങ്കിലും ഇതിന് പകരം യൂസ് ചെയ്യാം. കസ്റ്റർഡ് പൗഡർ തന്നെയാണ് പക്ഷേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് നൽകുന്നത്. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് പഞ്ചസാര, ഇതിൽ ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കാൻ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഏലക്കയും കൂടി ഇട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് പഞ്ചസാര ഈ പാലിലേക്ക് ഇടാം. ഏലക്ക കൂടെ പൊടിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയായിട്ട് ചേർത്തത് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അത് പാലിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് വേണം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് അടിയിൽ പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നാൽ മതി കേട്ടോ, നമുക്ക് ഒരുപാട് കുറുകണ്ട. ഇത് ഇരിക്കും തോറും വീണ്ടും കട്ടിയാവുന്നതാണ് ഈ മിക്സ്. നല്ലൊരു ടേസ്റ്റാണ് ഈ മിക്സിന്. ഇപ്പോൾ നിങ്ങൾക്ക് മധുരം ഒന്ന് നോക്കാം. ഇൻ കേസ് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡോ ഷുഗറോ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഞാൻ ഒരു മീഡിയം മധുരത്തിലാണ് എടുത്തേക്കുന്നത്. വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലാതെ തന്നെ നമ്മൾ ആ കസ്റ്റർഡ് പൗഡറിൻ്റെ ആ ഒരു കളർ ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഫില്ലിങ്ങിനായിട്ട് ആവശ്യമുള്ള കസ്റ്റർഡ് മിക്സിൽ ചേർക്കാനുള്ള നട്ട്സ് ആ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. കുറച്ച് ബദാം, കാഷ്യൂനട്ട്, പിസ്തയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുൽഫി മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമുള്ളത് എടുക്കുക. നമുക്ക് 2 ലെയറിൽ ഇട്ട് കൊടുക്കണമല്ലോ. അതിനാവശ്യമായിട്ടുള്ള കുൽഫി മിക്സ് എടുത്ത് അതിലേക്ക് നട്ട്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി നട്ട്സ് എക്സ്ട്രാ ചേർക്കുകയാണ്. ബാക്കിയുള്ള നമ്മുടെ കുൽഫി മിക്സ് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് പാലും മിൽക്ക് മെയ്ഡും ചേർത്താണ് നമ്മൾ സാധാരണ കേക്കിൽ ഷുഗർ സിറപ്പിന് പകരം അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയ ബൗളിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാല്, മിൽക്ക് മെയ്ഡ്, നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത കുൽഫി മിക്സിൽ നിന്നും കുറച്ച് ചേർക്കുന്നുണ്ട്. ബാലൻസ് മിക്സിയിലടിച്ച കുൽഫി മിക്സാണ് നമ്മൾ കേക്കിൻ്റെ ടോപ്പിങ്ങിൽ ഗനാഷുമായിട്ട് ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ കേക്കിന് നല്ലൊരു കുൽഫി ടേസ്റ്റ് വരുന്നത്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനതൊന്ന് ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പറെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക് ബേസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കേക്ക് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ കേക്ക്. നല്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ആ 3 ലെയർ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ക്രീമിലേക്ക് കുറച്ച് കുൽഫി മിക്സ് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം കുൽഫി മിക്സ് ആഡ് ചെയ്യാൻ. മിക്സിയിൽ നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത ആ കുൽഫി മിക്സാണ് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളത്. ഒരുപാട് ചേർക്കരുത്, ക്രീം ഒരുപാട് ലൂസായി പോവും. വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഡ്രോപ്പ് ഫുഡ് കളറും ആഡ് ചെയ്യാം. നമ്മുടെ കുൽഫി മിക്സ് കണ്ടില്ലേ, നട്ട്സൊക്കെ ആയിട്ട് നല്ല നിറച്ചിരിപ്പുണ്ട്. നമുക്ക് ലെയറിൽ ഇട്ട് കൊടുക്കാനുള്ളതാണിത്. കണ്ടോ, ഈ ഒരു കട്ടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് ലൂസാണെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കേക്ക് റെഡിയാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഒരു കേക്ക് ബോർഡിലേക്ക് ഞാൻ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിറപ്പ് വെച്ച് സോക്ക് ചെയ്യുന്നുണ്ട്. മിൽക്ക് മെയ്ഡും കുൽഫി മിക്സും പാലും ചേർത്ത് ആ ഒരു സിറപ്പ് വെച്ച് സോക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് മധുരം ആ സിറപ്പിന് ചേർക്കണ്ട കേട്ടോ, നമുക്ക് ഓവർ മധുരമായി പോവും. നമ്മളെല്ലാത്തിലും നന്നായിട്ട് ഷുഗറും മിൽക്ക് മെയ്ഡും എല്ലാം ചെല്ലുന്നുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ആ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കുൽഫി മിക്സ്, ആ നട്ട്സ് എല്ലാം ചേർത്ത് വെച്ചേക്കുന്ന കുൽഫി മിക്സ് ലെയറിലോട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചോക്ലേറ്റ്സോ എന്തെങ്കിലും ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം. ഞാൻ ചോക്ലേറ്റ്സ് എക്സ്ട്രാ ഇട്ട് കൊടുക്കാറുണ്ട്. അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സെയിം അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മിൽക്ക് കൊണ്ട് കുൽഫി മിക്സ് ആഡ് ചെയ്ത് ആ ഒരു മിൽക്ക് കൊണ്ട് നമ്മളൊന്ന് വെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ക്രീം അപ്ലൈ ചെയ്യുന്നു. ഈ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം കുൽഫി മിക്സ് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള ഫുൾ കുൽഫി മിക്സ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ലാസ്റ്റ് ലെയറും വെച്ച് കൊടുക്കാം. അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലെയർ നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് ലെവൽ ചെയ്ത് സൈഡിലെ സ്ക്രേപ്പറൊക്കെ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. നമ്മുടെ കുൽഫി മിക്സ് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരോ ലെയറും വെക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം.
നമ്മുടെ കേക്ക് നമുക്കൊന്ന് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ബാലൻസ് ഉള്ള ആ ഒരു കുൽഫി മിക്സ് ആഡ് ചെയ്ത ക്രീമിലോട്ട് ഒരു 2 തുള്ളി യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടാണ് ഞാൻ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തേക്കുന്നത്. കുൽഫി കേക്കിൻ്റെ ആ ഒരു ചെറിയൊരു യെല്ലോ കളർ വേണമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോർഡൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കേക്കിൻ്റെ മുകളിൽ നമുക്ക് ഗനാഷ് കലക്കി ഒഴിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് കേക്ക് നന്നായിട്ട് തണുത്തിരിക്കണം. അപ്പോൾ കേക്ക് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി അതിന് ഗനാഷ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു ചെറിയ പാത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചോക്ലേറ്റും കുറച്ച് ക്രീമും വെച്ച് ഡബിൾ ബോയിൽ ചെയ്ത് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിച്ചം വന്ന ആ ഒരു മിക്സിയിൽ അടിച്ചെടുത്ത കുൽഫിയുടെ ബാലൻസ് ആ മിക്സില്ലേ, അതിന് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. എന്തെങ്കിലും കട്ടകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇല്ലെങ്കിൽ ആ കട്ടകൾ നമ്മുടെ കേക്കിനൊരു ഭംഗി നൽകില്ല. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് കേക്കിന് ഞാനൊരു ബോർഡർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മിച്ചം വന്ന ആ ഒരു ക്രീം നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു നോസിലാണ് കേട്ടോ, സ്റ്റാർ നോസിൽ. ഒരു കപ്പിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒരു ചെറിയ സ്ക്രേപ്പർ യൂസ് ചെയ്തിട്ട് ഞാനതൊന്ന് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്ക് പിടിക്കാനായിട്ട് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അറ്റം ഒന്ന് ചുരുട്ടി കൊടുക്കുക. നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ബോർഡർ ഡിസൈൻ ചെയ്യാൻ പറ്റും. നന്നായിട്ട് തണുത്തിരിക്കുന്ന നമ്മുടെ കുൽഫി കേക്കിൻ്റെ മുകളിലേക്കാണ് ചെറിയ ചൂടുള്ള നമ്മുടെ ഗനാഷ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇൻ കേസ് ഏതെങ്കിലും ഭാഗത്ത് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ക്രേപ്പർ യൂസ് ചെയ്ത് അത് ആ ഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ബോർഡിലേക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന ആ ഒരു ഗനാഷ് നമുക്കത് വൈപ്പ് ചെയ്തെടുക്കാം. ബോർഡർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ക്രീം വെച്ച് ചെറിയൊരു ബോർഡർ ഞാനിനി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗത്തും സൈഡിലും ഒക്കെ ആയിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു നട്ട്സ് ഇല്ലേ, അതൊന്ന് വിതറി കൊടുക്കാം. ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യും. ഇത് ഞാൻ സെയിൽ ചെയ്യാറുള്ള സെയിം കുൽഫി കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം അരോമ.